നിലവിൽ പത്തനംതിട്ടയിലെ പ്രളയബാധിത പ്രദേശങ്ങളിൽ മുഖ്യമന്ത്രിയുടെ സന്ദർശനം തുടരുകയാണ്. കോഴഞ്ചേരിയിൽ ചേർന്ന അവലോകന യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി റാന്നിയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലെത്തി അവിടെ വ്യാപാരികളുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മാർട്ടിൻ ജോസഫ് നൽകും വിവരങ്ങൾ. മാർട്ടിൻ, ഏറ്റവും കൂടുതൽ ഈ ദുരന്തം ബാധിച്ച ഒരു വിഭാഗം കൂടിയായിരുന്നു റാന്നിയിലെ വ്യാപാരികൾ. അവരുമായുള്ള കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി നൽകിയ ഉറപ്പെന്താണ്? എങ്ങനെയായിരുന്നു ആ കൂടിക്കാഴ്ച? വിനീഷ, ഇപ്പൊ കൂടിക്കാഴ്ച ഇതിനോടകം തന്നെ പൂർത്തിയായി മുഖ്യമന്ത്രി മടങ്ങിയിട്ടുണ്ട്. എന്തായാലും വ്യാപാരികൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് തീർച്ചയായിട്ടും മുഖ്യമന്ത്രി അവർക്ക് വാഗ്ദാനങ്ങളാണ് നൽകിയിട്ടുള്ളത്. വ്യാപാരികളുടെ നഷ്ടങ്ങൾ പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ നടപടികളും സ്വീകരിക്കും. അതുപോലെ തന്നെ നിരവധി ആളുകളെ മുഖ്യമന്ത്രി നേരിട്ട് കാണുകയും അവരുടെ പരാതികൾ നേരിട്ട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയിൽ നിരവധി കടകളിൽ വെള്ളം കയറുകയും ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിക്കുകയും ചെയ്തിരുന്നു. ഓണവിപണി മുന്നിൽ കണ്ടുകൊണ്ട് ഇറക്കിയ പല സാധനങ്ങളും ഒഴുകിപ്പോവുകയും നശിച്ചു പോവുകയും ചെയ്യുന്നൊരു സാഹചര്യം റാന്നിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. ഈ ഒരു തങ്ങളുടെ സങ്കടം തീർച്ചയായിട്ടും ഈ വ്യാപാരികൾ മുഖ്യമന്ത്രിയെ നേരിട്ടറിയിക്കുകയും ഇവരുടെ പരാതികൾ കേട്ട മുഖ്യമന്ത്രി തീർച്ചയായിട്ടും സങ്കടങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാമെന്നുള്ള വാഗ്ദാനം നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിരവധി ആളുകളുടെ പരാതിയും മുഖ്യമന്ത്രി കേട്ടിട്ടുണ്ട്. ഇതിനെല്ലാം പരിഹാരം ഉണ്ടാക്കാമെന്നുള്ളൊരു വാഗ്ദാനം തന്നെയാണ് തീർച്ചയായിട്ടും നൽകുന്നത്. പിന്നെ മാത്രമല്ല, അടിയന്തരമായി 10,000 രൂപ സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതും ഉടനടി എത്രയും വേഗം സഹായം എത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി വ്യാപാരികൾക്കടക്കം വാഗ്ദാനം നൽകിയിട്ടുള്ളത്. മുഖ്യമന്ത്രി ദുരിതാശ്വാസ ക്യാമ്പുകളും ഒപ്പം റാന്നിയിലുള്ള വ്യാപാരികളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അല്പസമയത്തിനകം തന്നെ തിരുവല്ലയിലെത്തും. റാന്നിയിൽ നിന്ന് യാത്ര തിരിച്ചു എന്നാണ് മാർട്ടിൻ ജോസഫ്